അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലീം. ഞാനിവിടെ ടർക്കിയിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ പല ടർക്കിഷ് ഫുഡുകളുമായിട്ട് എത്തുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാസിക് കബാബ് എന്നൊരു കബാബാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ വീടുകൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള കബാബാണ്. പിന്നെ LCHF ഡയറ്റുകാർക്ക് പറ്റിയൊരു കബാബാണ്. കാരണം ഇതിനകത്ത് വളരെ കുറച്ച് മാത്രമേ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. ഒരു ഡെസേർട്ട് സ്പൂൺ ഫുൾ ബിബാർ ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി, എരിവ് കുറഞ്ഞത്. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി. അതിനുശേഷം ഒരു അര ഡെസേർട്ട് സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 1 കപ്പ് നിറയെ ഗ്രീക്ക് യോഗോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് വളരെ വാട്ടറി ആയി പോകും. ഗ്രീക്ക് യോഗോട്ട് തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ യോഗോട്ട് സ്ട്രെയിൻ ചെയ്തെടുത്താലും മതി. 1 കിലോ വഴുതനങ്ങ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചി എന്ന് പറയുന്നത് പോത്തിറച്ചിയാണ്. പോത്തിറച്ചി എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെ തൊടഭാഗത്തുള്ള ഇറച്ചി വേണം. അതുപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള ഇറച്ചി തന്നെ വാങ്ങണം. ഏതാണ്ട് ഒരു 250 ഗ്രാം ഇറച്ചിയുണ്ട്. അതുപോലെ തന്നെ ഇറച്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന യോഗട്ട് ഒരു ബൗളിലോട്ട് മാറ്റുക. അതിൽ നമ്മൾ വച്ചിരിക്കുന്ന ഗാർലിക്ക്, വെളുത്തുള്ളി ഒരു ചതച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്തോ അതിൽ ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അടുപ്പിലോട്ടൊരു ഗ്രില്ല് വെക്കുക. ഗ്രില്ലില്ലാത്തവർ ഡയറക്റ്റ് തീയിൽ വെച്ചാലും മതി. അതിനകത്ത് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വഴുതനങ്ങ പെട്ടെന്ന് ശരിയായി വരാനായിട്ട് നമ്മൾ വഴുതനങ്ങയ്ക്കകത്ത് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഗ്രില്ലിനകത്തോട്ട് വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ചുട്ടെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചുട്ടെടുത്ത വഴുതനങ്ങയുടെ തൊലി നീക്കം ചെയ്യുക. അതിനുശേഷം ആ വഴുതനങ്ങ നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക. കത്തി കൊണ്ട് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒരു ബൗളിലോട്ട് മാറ്റുക. അതിൽ ആ യോഗോട്ട് ഗാർലിക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ബീഫ് തയ്യാറാക്കാനായിട്ട്
കാസ്റ്റ് അയൺ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യാണിത്, അത് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് റോസ്മേരി ചേർക്കുക ഒരു അരോമയ്ക്ക് വേണ്ടി. അതിലോട്ട് നമ്മളുടെ ബീഫ് ചേർക്കുക. ബീഫ് ചേർത്തതിന് ശേഷം അതിലോട്ട് കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കുക. ആദ്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചിക്ക് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ചേർക്കാം. അവസാനം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചി കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം ഏതാണ്ട് ബീഫ് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോയിലോട്ട് വെച്ചതിന് ശേഷം പുൽബിബാർ ചേർക്കുക. പുൽബിബാർ ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പുൽബിബാർ ചേർത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചൂടുകൊണ്ട് നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് കരിയും. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ മിക്സിലോട്ട് നമ്മൾ ബീഫ് പകരുക. വ്യൂവേഴ്സിന് കാണാൻ കുറച്ച് ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. അപ്പം നമ്മളുടെ നാസിക് കബാബ് തയ്യാറായിരിക്കുന്നു. ഈ കബാബ് നമുക്ക് റൈസുമായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.